പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെ മുതൽ സംഭവിച്ച വാർത്തകൾ തലക്കെട്ടുകളൊക്കെയാണ്. ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ദിവസം ആശംസിക്കുന്നു. ആദ്യ വാർത്തയിലേക്ക്. തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ SFI KSU സംഘർഷം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചു. നെറുകേടിന് ഇൻക്യുബേറ്ററിൽ വിരിയിച്ച ഗൂണ്ടാപ്പടയാണ് SFI എന്നും ക്രിമിനലുകൾ കഴിഞ്ഞാടാൻ മുഖ്യമന്ത്രി രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. സംഘർഷത്തിൽ നടപടിയെടുക്കുമെന്നും SFIയെ മാത്രം താറടിക്കുന്നത് ശരിയല്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. കാര്യവട്ടം ക്യാമ്പസിൽ KSU ജോയിന്റ് സെക്രട്ടറി സാൻ ജോസിനെ SFI പ്രവർത്തകർ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. കേരളത്തിലെ വിദ്യാർത്ഥികൾ ക്യാമ്പസുകൾ ഉപേക്ഷിച്ച് വിദേശ സർവകലാശാലകളിൽ പോകാൻ കാരണം SFI ആണെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ M. വിൻസെന്റ്. കസേരയിലിരുത്തി എന്നിട്ട് വിചാരണ തുടങ്ങുകയാണ്. സർ, ഇഷ്ടപ്പെടാത്ത മറുപടി കേൾക്കുമ്പോൾ ബൂട്ടിട്ട് ചവിട്ടുകയാണ്. ചവിട്ടി കസേരയോടുകൂടി മറിഞ്ഞു വീഴുന്നു. ഇവിടെ ഒരു തെറ്റവർ തിരുത്തി. സാറ്, വെറ്റിനറി കോളേജിൽ ഭക്ഷണം പോലും കൊടുക്കാതിരുന്നെങ്കിൽ ഇവിടെ കുടിവെള്ളം കൊടുത്തു. സാർ, ഇടയ്ക്കിടയ്ക്ക് കുടിവെള്ളം കൊടുത്തു. സാർ, 1 മണിക്കൂർ അവിടെ ഇരുത്തി അയാളെ മർദ്ദിക്കാൻ. സാർ, പുറത്തുള്ളയാൾ ക്യാമ്പസിൽ പ്രവേശിച്ചതാണ് പ്രശ്നത്തിന് കാരണമെന്നും സംഘർഷത്തിൽ ഒരു സംഘടനയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നും മുഖ്യമന്ത്രി. ഇടിമുറിയിലൂടെ വളർന്നുവന്ന പ്രസ്ഥാനമല്ല SFI. വീഴ്ചകളുണ്ടോ, കുറവുകളുണ്ടോ? വിദ്യാർത്ഥി ജീവിതമാണ്. എല്ലാവരും വിദ്യാർത്ഥി ജീവിതം കടന്നു വന്നതല്ലേ. ആ പ്രായത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് അതേ രീതിയിൽ തന്നെയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ക്രിമിനലുകൾക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകുന്നത് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ക്രിമിനലുകളെ ഇനിയും പ്രോത്സാഹിപ്പിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടുപോകും. പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ ക്രിമിനലുകൾ ഇങ്ങനെ പുറകെ നടന്നു ഇവരെ ഇങ്ങനെ ഉപദ്രവിച്ച സംഭവത്തെക്കുറിച്ചാണ് ഒരു മുഖ്യമന്ത്രി നിയമസഭയിൽ ഇങ്ങനെ മറുപടി പറഞ്ഞത്. സർ, ഇവിടെ ഇത് നിങ്ങളുടെ നെറികെട്ട രാഷ്ട്രീയത്തിന്റെ ഇൻക്യുബേറ്ററിൽ വിരിയിച്ചെടുക്കുന്ന ഈ ഗുണ്ടാപ്പട നിങ്ങളെ കൊണ്ട് പോകുള്ളൂ. ഒരു സംശയവും വേണ്ട. പ്രതിപക്ഷ നേതാവിന്റെ പരാമർശത്തിൽ പ്രതിഷേധവുമായി ഭരണപക്ഷവും സഭയുടെ നടുത്തളത്തിലിറങ്ങി. പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിനടുത്തെത്തി മുദ്രാവാക്യം വിളിച്ചതോടെ സഭാ നടപടികൾ സ്തംഭിച്ചു. തുടർന്ന് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ പിരിഞ്ഞു. 24 തിരുവനന്തപുരം. അടിയന്തര പ്രമേയ നോട്ടീസിന് പിന്നാലെ നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുണ്ടായത് രൂക്ഷമായ വാക്പോരാണ്. താൻ മഹാരാജാവാണ് തോന്നൽ മുഖ്യമന്ത്രിക്കുണ്ടായെന്നായിരുന്നു VD സതീശന്റെ ആക്ഷേപം. താൻ മഹാരാജാവല്ല, ജനങ്ങളുടെ ദാസനാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. നവകേരള യാത്രയിലെ രക്ഷാപ്രവർത്തനത്തെ മുഖ്യമന്ത്രി വീണ്ടും ന്യായീകരിക്കുകയാണ്. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് നടത്തിയ പ്രസംഗത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. നവകേരള യാത്ര നടത്തിയപ്പോൾ മഹാരാജാവാണെന്ന് മുഖ്യമന്ത്രിക്ക് തോന്നിക്കാണും. അങ്ങനെയല്ലെന്ന് കേരളം ഓർമ്മപ്പെടുത്തി. നിങ്ങൾക്ക് ആ നവകേരള സദസ് യാത്ര ചെയ്തപ്പോ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത്. നിങ്ങൾക്ക് തോന്നി നിങ്ങൾ മഹാരാജാവാണെന്ന് തോന്നി. നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ മഹാരാജാവല്ല, നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. ഇതിൽ ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ മറുപടി, ഞാൻ മഹാരാജാവൊന്നുമല്ല, ഞാൻ ജനങ്ങളുടെ ദാസനാണ്. എല്ലാ കാലത്തും ജനങ്ങളുടെ ഒപ്പമാണ്, ജനങ്ങളുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ കൂടെയാണ്, ജനങ്ങളുടെ ദാസനാണ്. നവകേരള യാത്രയിൽ DYFI നടത്തിയത് രക്ഷാപ്രവർത്തനമാണെന്ന നിലപാട് മുഖ്യമന്ത്രി ആവർത്തിച്ചു. ശരീരത്ത് വാഹനം തട്ടാതിരിക്കാനാണ് പിടിച്ചു മാറ്റിയത്. ആ ചാടി വീഴുന്ന ഘട്ടത്തിൽ അവരെ പിടിച്ചു മാറ്റുന്നത് സാധാരണഗതിയിൽ രക്ഷാപ്രവർത്തനമല്ലേ? എന്താ സംശയം? ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞു. അത് അന്നും പറഞ്ഞു, പിന്നെയും പറഞ്ഞു, ഇന്നും പറയുന്നു, നാളെയും പറയും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 24 തിരുവനന്തപുരം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്ത് SFIയുടെ രാജ്ഭവൻ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഹരികൃഷ്ണ വിവരങ്ങൾ വച്ചിരുന്ന ഹരി, വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ സംഘർഷമുണ്ടോ? ബാരിക്കേഡ് മറികടക്കാനൊക്കെ നോക്കുകയാണ് SFI പ്രവർത്തകർ തോന്നുന്നു, അല്ലേ? നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് രാജ്യവ്യാപകമായ ഇത്തരത്തിൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ, ഇടതുമുന്നണി സംഘടന വിദ്യാർത്ഥികൾ അവർക്കും രാജ്ഭവനിലേക്കാണ് ഈ മാർച്ച് നടത്തിയത്. ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ നിന്നും യൂണിവേഴ്സിറ്റി കോളേജിലുള്ള വിദ്യാർത്ഥികളാണ് ഇത്തരത്തിലേക്ക് ഇവിടേക്ക് മാർച്ചിൽ എത്തിയത്. ഈ മാർച്ചിൽ ഈ ബാരിക്കേഡ് വെച്ചാൽ രാജ്ഭവനിലേക്കുള്ള വഴി ഈ പോലീസ് ആദ്യം തടഞ്ഞിരുന്നു. അത് ബാരിക്കേഡ് മറിച്ചിട്ട് പ്രവർത്തകർ അകത്തേക്ക് കയറി പോലീസുമായി ഇന്നും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഈ പോലീസ് ജലപീരങ്കി നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ചാണ് SFIയുടെ രാജ്ഭവൻ മാർച്ച്. അതിന് നേരെ ജലപീരങ്കി അടക്കം പോലീസ് പ്രയോഗിക്കുന്നത്. സമരം അവിടെ തുടരുകയാണ്.
SFIക്കെതിരെ നിയമസഭയിൽ പ്രതിപക്ഷം ആഞ്ഞടിക്കുന്നതിനിടെ അതിരൂക്ഷ വിമർശനവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത്. SFI പിന്തുടരുന്നത് പ്രാകൃത സംസ്കാരമാണ്. പുതിയ പ്രവർത്തകർക്ക് ഇടതുപക്ഷത്തിന്റെ അർത്ഥമറിയില്ല. തിരുത്തിയില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് SFI ബാധ്യതയാകുമെന്നും ബിനോയ് വിശ്വം ആലപ്പുഴയിൽ പറഞ്ഞു. SFI ആ ശൈലി തിരുത്തിയേ തിരുത്തണം. ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ശൈലിയല്ല അത്. അതൊരു വളരെ പ്രാകൃതമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് SFIക്ക് നിരക്കില്ല. SFIയിലെ സുഹൃത്തുക്കൾ, സഹാക്കൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം വായിക്കണം. പുതിയ SFIക്കാർക്ക് ഈ പുതിയ ലോകത്തിന് മുമ്പിലുള്ള ഇടതുപക്ഷത്തിൻ്റെ കടമയെപ്പറ്റി അറിയില്ല. അവരെ പഠിപ്പിക്കണം. പഠിപ്പിച്ചില്ലെങ്കിൽ, ആ ശരിയായ പാഠം പഠിച്ച് അവർ തിരുത്തിയില്ലെങ്കിൽ SFI ഇടതുപക്ഷത്തിന് ഒരു ബാധ്യതയായിട്ട് മാറും. സംഘർഷത്തെ തുടർന്ന് അടച്ച കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജ് വീണ്ടും തുറന്നു. ഇടത് വിദ്യാർത്ഥി യൂണിയനുകൾ ഇന്ന് വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ നാളെ മുതലാണ് ക്ലാസുകൾ തുടങ്ങുക. അതേസമയം ഇടത് അധ്യാപക സംഘടനയും SFIയും വേട്ടയാടുകയാണെന്ന് ആരോപിച്ച് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ M രമ രംഗത്തെത്തി. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ സംഘർഷമുണ്ടായത്. പിന്നാലെ കോളേജ് 2 ദിവസത്തേക്ക് അടയ്ക്കുകയായിരുന്നു. കോളേജ് അധികൃതർ ഇന്നലെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സംരക്ഷണമൊരുക്കാൻ കൊയിലാണ്ടി പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇതനുസരിച്ച് പോലീസ് ക്യാമ്പസിലെത്തിയതോടെയാണ് കോളേജ് തുറന്നത്. കൊയിലാണ്ടി പോലീസിന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഈ കോളേജ് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ വേണ്ട പ്രൊട്ടക്ഷൻ അനുവദിക്കണമെന്ന്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. കോളേജിൽ ഓൾറെഡി പോലീസ് വന്നിട്ടുണ്ട്. പോലീസ് ഫോഴ്സ് എത്തിയിട്ടുണ്ട്. അഡീഷണൽ റീഇൻഫോഴ്സ്മെന്റും പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം ഇടത് സംഘടനകൾക്കെതിരെ ആരോപണവുമായി കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ M രമ രംഗത്തെത്തി. ഇത്രയും കാലം പണിയെടുത്ത് ഉള്ള എൻ്റെ അവകാശമാണ് എൻ്റെ പെൻഷൻ എന്ന് പറയുന്നത്. അത് ഒരു കാരണവുമില്ലാതെ ഇപ്പം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇപ്പം മാർച്ച് 31 ഞാൻ റിട്ടയർ. ഇത്രയും കാലമായിട്ട് എൻ്റെ പെൻഷൻ തടഞ്ഞു വെച്ചേക്കുന്നത്. ഇതൊക്കെതിരെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും SFIനേക്കാളും കൂടുതൽ ഇടപെട്ടത് AKGCT എന്നുള്ള അധ്യാപക സംഘടന. അതാ പ്രധാനമന്ത്രിക്കൊപ്പം രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ച ടീം ഇന്ത്യ വിജയ തേരിലേറി വന്ന ലോകകിരീടം സ്വന്തമാക്കിയ വിശ്വവിജയം സ്വന്തമാക്കിയ ടീം ഇന്ത്യ പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ വിരോചിതമായ വരവേൽപ്പ് ആ ടീമിന് രാജ്യം നൽകുകയാണ്. ഇന്ന് വൈകിട്ടാണ് മുംബൈയിൽ ഒരു പ്രത്യേക വാഹനത്തിൽ കപ്പും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വിക്ടറി പരേഡ് എന്നൊക്കെ പറയാവുന്ന റോഡ് ഷോ. അസമാനതകളില്ലാത്ത വണ്ണം അത് വലിയ ആവേശമാക്കുന്ന അവിടുത്തെ ക്രിക്കറ്റ് ആരാധകർ. ഒരുപക്ഷെ വാങ്കഡെ മേഖലയിലുള്ള ആ സ്ഥലമൊക്കെ സ്തംഭിക്കുന്ന മട്ടിലുള്ള വലിയ ആഘോഷാരവങ്ങൾക്ക് വൈകുന്നേരം മുംബൈ വേദിയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രാവിലെയായിരുന്നു പ്രധാനമന്ത്രിക്കൊപ്പം ടീം ഇന്ത്യക്ക് നീലപ്പടയ്ക്കുള്ള പ്രഭാത ഭക്ഷണം. അതിനുശേഷമുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ടീം അംഗങ്ങൾ അവരുടെ അനുഭവങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവെക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദീർഘനാളത്തെ ഒരു ലോക ചാമ്പ്യൻഷിപ്പ് കിരീട വരൾച്ച എന്ന് പറഞ്ഞാൽ ഫൈനലിലെത്തി പരാജയപ്പെട്ടു പോകുന്ന വലിയ സങ്കടം ഇക്കുറി എന്തായാലും ഉണ്ടായില്ല. ആധികാരികമായ സമഗ്രമായ തുടക്കം മുതൽ തന്നെ വളരെ ഭംഗിയായി കളിച്ച് ആധികാരികമായി നേടിയ വിജയമാണ്. ഇതാണ് കപ്പ് പ്രധാനമന്ത്രിയെ ഒക്കെ ഏൽപ്പിച്ച് ഫോട്ടോഷൂട്ടൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വിരാട് കോഹ്ലി അടക്കം, രോഹിത് ശർമ്മ അടക്കം, രാഹുൽ ദ്രാവിഡ്, ടീം കോച്ച് രാഹുൽ ദ്രാവിഡ് അടക്കം, മുഹമ്മദ് സിറാജ് അടക്കം, അക്സർ പട്ടേൽ അടക്കമുള്ള എല്ലാ ടീം അംഗങ്ങളും അവിടെ എത്തി. വലിയ സന്തോഷത്തിലാണ്, വലിയ ആഘോഷത്തിന് മൂഡിലാണ് ടീം ഇന്ത്യ. അവർക്ക് ഉറപ്പായും അതിനുള്ള അവകാശമുണ്ട്, അവരുള്ള അർഹതയുണ്ട്. കാര്യം എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ജയിച്ചതല്ല. ആദ്യം മുതൽ തന്നെ തികച്ചും ആധികാരികമായൊരു വിജയം തന്നെയാണ്. അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് വൈകിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് ഉള്ള ഒരു വിക്ടറി മാർച്ച് നടക്കാൻ പോകുന്നത്. ഒരു പ്രത്യേക വാഹനം അതിനായി അവിടെ സജ്ജമാക്കിയിരിക്കുന്നു. ആ വാഹനത്തിൽ നീലപ്പടയുടെ ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്ത ഒരു പ്രത്യേക വാഹനമുണ്ട്. അതിൽ കപ്പും പിടിച്ചുള്ള ഒരു വിക്ടറി പരേഡാണ് ഇന്ന് വൈകുന്നേരം മുംബൈ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വലിയ ജനാരവം, വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ടാകും. ഒരുപക്ഷെ മുംബൈ നഗരം സ്തംഭിക്കും ആ വലിയ ആഘോഷ പ്രകടനത്തിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മുടെ പ്രിയപ്പെട്ട ടീമംഗങ്ങൾ നീലപ്പട ഇന്ത്യക്ക് വലിയൊരു വിശ്വവിജയം സമ്മാനിച്ചതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച രാവിലെ നടത്തിയിരുന്നു. പ്രഭാത ഭക്ഷണം, അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ജന്മനാട്ടിൽ ഊഷ്മളമായിരുന്നു വരവേൽപ്പ്. രാവിലെ ഡൽഹിയിലെത്തിയ ടീമിന് പ്രധാനമന്ത്രി പ്രഭാത വിരുന്നൊരുക്കി. അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടു. ബാർബഡോസിൽ ചുഴലിക്കാറ്റുണ്ടായതിനാൽ 3 ദിവസം വൈകിയാണ് ടീം ഇന്ത്യ തിരികെ നാട്ടിലേക്ക് എത്തിയത്. ആവേശം വാനോളം. 2020 ലോകകപ്പുമായി ഇന്ത്യൻ താരങ്ങൾ രാജ്യത്ത് തിരിച്ചെത്തി.
ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഊഷ്മളമായ വരവേൽപ്പ്. പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചും നൂറുകണക്കിന് പേർ താരങ്ങളെ കാണാൻ തടിച്ചുകൂടി. വിമാനത്താവളത്തിൽ നിന്ന് ടീം ITC മൗര്യ ഹോട്ടലിലേക്ക്. താരങ്ങൾ കേക്ക് മുറിച്ച് വിജയാഹ്ലാദം പങ്കുവച്ചു. പ്രഭാത ഭക്ഷണത്തിനായി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ടീം അംഗങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചു. രാജ്യത്തിന്റെ യശസ്സിന് താരങ്ങൾ നൽകിയ സംഭാവന എക്കാലവും അനുസ്മരിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉച്ചയോടെ സംഘം മുംബൈയിലേക്ക് തിരിക്കും. മുംബൈയിൽ വിപുലമായ സ്വീകരണ പരിപാടികളും സമ്മാനദാന ചടങ്ങുകളുമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 24 ഡൽഹി. അപ്പോൾ ഒരിക്കൽ കൂടി ടീം ഇന്ത്യക്ക് വിജയ കിരീടം നേടി ടീം ഇന്ത്യക്ക് ആശംസകൾ അറിയിക്കുകയാണ്. 10ാം ക്ലാസ് വിജയിച്ച കുട്ടികൾക്ക് എഴുത്തും വായനയും അറിയില്ലെന്ന മന്ത്രി സജി ചെറിയാൻ അഭിപ്രായം സർക്കാരിനില്ല എന്ന് പറയുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. നിയമസഭയിൽ ചോദ്യോത്തരവേളയിലായിരുന്നു മന്ത്രിയുടെ വിശദീകരണം. അതേസമയം പ്രസ്താവന വിഷമം കൊണ്ടുണ്ടായതാണെന്ന് സജി ചെറിയാൻ വ്യക്തമാക്കി. 10ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികൾക്ക് എഴുത്തും വായനയും അറിയില്ലെന്ന മന്ത്രി സജി ചെറിയാന്റെ പരാമർശത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. ഇതിനു പിന്നാലെ പ്രസ്താവന തള്ളി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നിരുന്നു. അതേ നിലപാടാണ് ഇന്നും നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ചത്. പരാമർശം പ്രസംഗത്തിന്റെ ഒഴുക്കിലുണ്ടായതാകാമെന്ന് മന്ത്രി പറഞ്ഞു. അവർക്ക് നന്നായി തന്നെ അവർ പഠിച്ച് ഒരുപാട് പ്രയാസപ്പെട്ടാണ് ആ കുട്ടികൾ പരീക്ഷ എഴുതി വിജയിച്ച് വരുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഗവൺമെൻറ് അങ്ങനെ പാസ്സായി വരുന്ന മുഴുവൻ കുട്ടികൾക്കും +1 പിന്നെ പ്രവേശനം കിട്ടുന്നതിന് വേണ്ട നടപടി സ്വീകരിച്ചിട്ടുള്ളത്. സജി ചെറിയാൻ ഒരു പ്രസംഗത്തിന്റെ ഒഴുക്കിന് വേണ്ടി ഒന്ന് പറഞ്ഞത് മാത്രമേ സാർ വല്ല ഗവൺമെന്റ് എടുക്കുന്നുണ്ട്. തനിക്ക് ലഭിച്ച ഒരു കുട്ടിയുടെ അപേക്ഷയിലെ അക്ഷരത്തെറ്റുകൾ കണ്ടപ്പോൾ ഉണ്ടായ പ്രയാസമാണ് പ്രസ്താവനയിലേക്ക് നയിച്ചതെന്ന് സജി ചെറിയാൻ വ്യക്തമാക്കി. പ്രസ്താവനയെ പർവ്വതീകരിക്കേണ്ടെന്നും സജി ചെറിയാൻ. അതുകൊണ്ട് അതിനെ ഇങ്ങനെ പർവ്വതീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ചർച്ച നടക്കട്ടെ, ജനാധിപത്യ രാജ്യമല്ലേ. മുഴുവൻ വിദ്യാർത്ഥികൾക്കും +1 പ്രവേശനം ലഭിക്കുമെന്നും സീറ്റ് പ്രതിസന്ധിയില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. ഇന്ത്യൻ ടീമിന് അഭിവാദ്യങ്ങൾ എന്ന് സൽവിയാസ് വ്ളോഗ്സ് എന്ന പ്രേക്ഷകർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ ടീമിന് ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ അഭിവാദ്യങ്ങൾ അവർ കൺഗ്രാറ്റ്സ് അർപ്പിക്കുന്നുണ്ട്. ഓക്കെ. ആലപ്പുഴ മാന്നാറിൽ യുവതിയുടെ കൊലപാതകത്തിൽ 1-ാം പ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുന്നു പോലീസ്. കേസിന്റെ വിവരങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിക്കും. ഇസ്രയേലുള്ള അനിൽകുമാർ ആശുപത്രിയിലെന്നാണ് സൂചന. 1-ാം പ്രതിയുടെ അഭാവത്തിൽ കേസന്വേഷണം വഴിമുട്ടിയ സാഹചര്യത്തിലാണ് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പോലീസ് വേഗത്തിലാക്കിയത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനാണ് നീക്കം. കേസിന്റെ വിശദാംശങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസ് ഇന്ന് തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിച്ചേക്കും. കേരളത്തിലെ നോഡൽ ഓഫീസർക്കായിരിക്കും വിവരങ്ങൾ കൈമാറുക. അനിൽകുമാറിന്റെ പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ പോലീസ് കഴിഞ്ഞ ദിവസം ശേഖരിച്ചിരുന്നു. വിദേശകാര്യ മന്ത്രാലയം വഴി നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടാൽ മാത്രമായിരിക്കും ഇന്റർപോളിന്റെ സഹായം തേടുക. കേരള പോലീസ് കത്ത് കൈമാറിയാലും ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കാനുള്ള സാങ്കേതിക കടമ്പകൾ തീരാൻ ആഴ്ചകളെടുക്കും. ഈ സമയദൈർഘ്യം മൂലമാണ് വിദേശകാര്യ മന്ത്രാലയം വഴി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് ശ്രമിക്കുന്നത്. പ്രതി സ്വയം നാട്ടിലെത്താൻ തീരുമാനിച്ചാൽ മറ്റ് സാങ്കേതികത്വങ്ങൾ ഒഴിവാക്കാം. നടപടികളോട് സഹകരിക്കണമെന്ന് കുടുംബത്തോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിലുള്ള അനിൽകുമാർ ആശുപത്രിയിലാണെന്ന കുടുംബത്തിന്റെ വാദം നാടകമാണോ എന്ന സംശയം പോലീസിനുണ്ട്. രക്തസമ്മർദ്ദം കൂടിയെന്നും മൂക്കിൽ നിന്നും രക്തം വന്നെന്നും ഇസ്രായേൽ ആശുപത്രിയിലെ ഡോക്ടർ കഴിഞ്ഞ ദിവസമാണ് കുടുംബത്തെ അറിയിച്ചത്. ഇക്കാര്യം അന്വേഷിക്കാൻ പോലീസ് അനിൽകുമാറുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെ സാധിച്ചിട്ടില്ല. 24 ആലപ്പുഴ. ആലപ്പുഴ മാന്നാറിലെ കലയുടെ കൊലപാതകം 21-അംഗ പ്രത്യേക സംഘം അന്വേഷിക്കും. മൃതദേഹം കൂട്ടുപ്രതികൾ അറിയാതെ 1-ാം പ്രതി മറ്റെവിടേക്കെങ്കിലും മാറ്റി എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. പോലീസ് കള്ളക്കേസ് ചമയ്ക്കുന്നുവെന്ന വാദവുമായി പ്രതിഭാഗം അഭിഭാഷകൻ രംഗത്തെത്തി. കേസിൽ ഒട്ടേറെ വിവരങ്ങളും തെളിവുകളും പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അമ്പലപ്പുഴ മാന്നാർ പോലീസും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നതാണ് അന്വേഷണ സംഘം. 3 പ്രതികളെയും ചോദ്യം ചെയ്യുകയാണ്. എങ്ങനെ കൊലപാതകം നടത്തിയെന്ന കാര്യത്തിൽ പ്രതികൾ നൽകുന്ന മൊഴികളിൽ ഇപ്പോഴും വൈരുദ്ധ്യമുണ്ട്. കൊലപാതകശേഷം മൃതദേഹം പുഴയിൽ ഉപേക്ഷിക്കാനാണ് ആദ്യം പദ്ധതിയിട്ടതെന്ന് പ്രതികളിൽ ഒരാൾ മൊഴി നൽകി. സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ തീരുമാനം മാറ്റി. അനിൽകുമാറിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിലാണ് മൃതദേഹം മറവ് ചെയ്തതെന്ന് 4-ാം പ്രതി പ്രമോദാണ് മൊഴി നൽകിയത്. എന്നാൽ മറ്റു പ്രതികൾ അറിയാതെ 1-ാം പ്രതി അനിൽകുമാർ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റിയോ എന്നാണ് പോലീസ് സംശയിക്കുന്നത്.
മൃതദേഹം എവിടെയാണെന്നറിയാവുന്നയാൾ അനിൽകുമാർ മാത്രമാണ്. നിലവിൽ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ കോടതിക്ക് കൈമാറി. ഇത് പിന്നീട് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. അതേസമയം ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കള്ളക്കേസ് മെനയുകയാണെന്നാണ് പ്രതിഭാഗം അഭിഭാഷകന്റെ ആരോപണം. ആ പരിശോധനയുടെ ഭാഗമായിട്ട് എന്ത് തെളിവാണ് കിട്ടിയെന്നുള്ളത് നമുക്കിപ്പം റിമാൻഡ് റിപ്പോർട്ട് കൊണ്ടോ അല്ലെങ്കിൽ അതോടൊപ്പം ഉള്ള കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊണ്ടോ ഒന്നും തന്നെ വ്യക്തമല്ല. അവിടെ ഈ നടത്തിയ പരിശോധനയെ സംബന്ധിച്ചുള്ള യാതൊരു വിവരങ്ങളും റിമാൻഡ് റിപ്പോർട്ടിനകത്തും ബാക്കിയുള്ളതിനകത്തും ഇല്ല. ഒന്നാം പ്രതി എന്ന് പറയുന്ന അനിൽ, ആ അനിൽ ഇവിടെ ഇപ്പോൾ സ്ഥലത്തില്ല. അപ്പം ഇനി അയാൾ വരണം. അയാൾ വന്നതിന് ശേഷം മാത്രമല്ലേ ഇതിനകത്ത് മറ്റ് ഒരു പ്രോഗ്രസ്, അന്വേഷണത്തിൻ്റെ പുരോഗതി ഉണ്ടാകണമെങ്കിൽ ആ ആളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാതെ കഴിയില്ല. മനീഷ് മഹിബാൽ, 24, ആലപ്പുഴ. ഇപ്പോൾ മുതലപ്പുഴയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെതിരെ പ്രതിഷേധമെന്ന വാർത്ത വരുന്നുണ്ട്. അവിടെ നിരന്തരം മുതലപ്പുഴ ഒരു മരണപ്പുഴയാകുന്നു എന്നുള്ള സങ്കട ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നതാണ്. അതിലാണ് ഇപ്പോൾ പ്രതിഷേധം. അഖിൽ ഷാ അൻസാർ ചേരുന്നു. അഖിൽ, എന്തുകൊണ്ടാണ് ആ പ്രതിഷേധം? കേന്ദ്രമന്ത്രി അങ്ങോട്ടേക്ക് എത്തുകയായിരുന്നോ? അശ്വിൻ, നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഈ മന്ത്രി ജോർജ് കുര്യൻ എത്തിയതിലും അതുപോലെ തന്നെ ഈ ചർച്ചയിൽ പലരെയും പങ്കെടുപ്പിക്കാത്തതിലും വലിയ പ്രതിഷേധം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ മുതലപ്പുഴയിൽ ആവർത്തിച്ചുണ്ടാകുന്ന അപകടങ്ങൾ, അതായത് മത്സ്യത്തൊഴിലാളികൾ നിരവധി പേർ മരിക്കുന്നു, അതോടൊപ്പം തന്നെ ഗുരുതരമായി പരിക്കേറ്റ് കടലിൽ വീണ് പരിക്കേൽക്കുന്ന അവർ, അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന നാശനഷ്ടം, ഇതിനൊന്നും ഒരു അറുതിയുമില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ആരോപിക്കുന്നത്. ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ മുതലപ്പുഴയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. നേരത്തെ മന്ത്രി, ഈ ചർച്ച കഴിഞ്ഞിറങ്ങിയ മന്ത്രിയെ തടയാനായി പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് പോലീസ് ഇടപെട്ട് മന്ത്രി അവിടെ നിന്ന് മറ്റൊരു വഴിയിലേക്കാണ് മന്ത്രി പോയത്. പോകേണ്ട വഴിയിലൂടെയല്ല, മറ്റൊരു വഴിയിലേക്കാണ് മന്ത്രി പോയതെന്നുള്ളതാണ് മറ്റു ഒരു കാര്യം. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇവർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. ഇതിന് മുന്നിൽ പോലീസും അതുപോലെ തന്നെ പ്രവർത്തകരുമായി വലിയൊരു ഉന്തും തള്ളുമെന്നുള്ള ഞങ്ങൾ സമാധാനപരമായിട്ടാണ് സമരം ചെയ്യുന്നത്. ഇത് വെറും ചർച്ച, പ്രഹസനമാണ്. ജനങ്ങളെ പറ്റിക്കാനുള്ള പ്രഹസന ചർച്ചയാണിത്. ഒരു തീരുമാനം എടുത്തില്ല. നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ മരിച്ചു വീഴുന്നു. ജനങ്ങളെ പറ്റിക്കാനുള്ള പ്രഹസനമായ ചർച്ച, പറ്റിപ്പായിരുന്നു പ്രഹസനമായ ഒരു ചർച്ച. മന്ത്രി വന്നു, അവരുടെ ജനങ്ങളുടെ പരാതികൾ കേട്ടിട്ട് ആലോചിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയി. അവരാ ഉത്തരവിട്ടിട്ട് പോയി. മന്ത്രി ഏമാൻ പാവപ്പെട്ട ഇവിടുത്തെ കടലിന്റെ മക്കളെ ജീവിക്കാൻ അനുവദിക്കാതെ അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും ജനദ്രോഹ സർക്കാരുകൾക്കെതിരെ ഈ ഗവൺമെന്റിനെതിരെ ഇവിടുത്തെ കോൺഗ്രസ് മത്സ്യത്തൊഴിലാളികളും സമരരംഗത്തുണ്ടാവും. ഇവിടെ കേന്ദ്രമന്ത്രി ഒന്ന് എടുത്തിട്ട് പോയത്. അപ്പൊ എങ്ങനെയാണ്? ഞങ്ങൾ ഇവിടെ 4 ദിവസമായിട്ട് നിരാഹാര സമരം നടക്കുകയാണ്. ഇന്നെങ്കിലും ചർച്ച ഒത്തുതീർപ്പായി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിനുള്ള അനുകൂലമല്ല മന്ത്രി കാണിച്ചിട്ട് പോയത്. അപ്പൊ ഞങ്ങൾ എങ്ങനെ പ്രതികരിക്കണം? മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രതിഷേധം കാണിക്കുന്നത്. അത് മനസ്സിലാക്കണം. ചർച്ച പ്രധാനപ്പെട്ട ആവശ്യം, അതായത് ഇത്രയൊക്കെ ചർച്ച നടത്തി. നേരത്തെ വി മുരളീധരൻ മന്ത്രിയായിരുന്ന സമയത്തും മന്ത്രിമാർ പലരും ഇവിടെ എത്തിയിരുന്നു. പലവിധ ആളുകളുമായി, അതായത് ഈ ഹാർബർ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി, മത്സ്യത്തൊഴിലാളികളുമായി പല ചർച്ച നടത്തി, പല പ്രൊജക്ടുകളും പ്രഖ്യാപനമുണ്ടായി. പക്ഷെ അതൊന്നും ഇവിടെ നടപ്പിലാക്കിയില്ല, അല്ലെങ്കിൽ ഒരു ചർച്ചയും ഒരു ഉപയോഗവുമില്ലാതെ ആയിപ്പോകുന്നതാണ് പ്രധാനമായും മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നത്. അത്തരത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ചർച്ചകൾ ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ 2 ദിവസമായി നിലവിൽ കോൺഗ്രസ് ഇവിടെ ഒരു വലിയ രാപ്പകൽ സമരം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇവിടെ പന്തൽ ഉൾപ്പെടെയിട്ടാണ് സമരം നടത്തുന്നത്. അതിന്റെ പിന്നാലെയാണ് ഇത് രാജ്ഭവൻ മാർച്ചിൽ എസ്.എഫ്. നേരത്തെ കണ്ട മുതലപ്പുഴ പ്രതിഷേധമാണെങ്കിൽ ഇതിപ്പോൾ രാജ്ഭവനിലേക്ക് എസ്.എഫ്.യുടെ മാർച്ചിൽ പോലീസുമായി നേർക്കുന്ന ഏറ്റുമുട്ടലിലെ കാര്യങ്ങൾ പോകുന്നു. പലയാവർത്തി ജലവീരങ്കി പ്രയോഗം അവിടെ ഉണ്ടായി. ബാരിക്കേഡ് മറികടക്കാൻ എസ്.എഫ്.ഐ പ്രവർത്തകർ ശ്രമിച്ചു. നീറ്റ് പരീക്ഷയിൽ ഉണ്ടായ വലിയ ഗുരുതരമായ ക്രമക്കേടുകൾ പ്രതിഷേധിച്ചാണ് എസ്.എഫ്.ഐയുടെ രാജ്ഭവൻ മാർച്ച്. പോലീസ് ബാരിക്കേഡുകൾ അല്ലെങ്കിൽ പോലീസ് ശക്തമായി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പലയാവർത്തി ജലവീരങ്കി പ്രയോഗം അവിടെ ഉണ്ടായി. പക്ഷേ ലാത്തിചാർജിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല. എസ്.എഫ്.ഐയുടെ രാജ്ഭവൻ മാർച്ച് പോലീസുമായുള്ള ഒരു നേർക്കുന്ന ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ജലവീരങ്കി പ്രയോഗത്തിലും പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ പ്രവർത്തകർ പോലീസുമായി
നേർക്കുന്ന ഏറ്റുമുട്ടൽ. പക്ഷേ പോലീസ് സംയമനം പാലിക്കുന്ന കഴിഞ്ഞ സമയത്തൊക്കെ യൂത്ത് കോൺഗ്രസ് സമരത്തൊക്കെ ഒക്കെ കണ്ടത് മട്ടിൽ പോലീസ് സംയമനം പാലിക്കുകയാണ്. ഇപ്പോൾ അവിടെ കുത്തിയിരുന്നുള്ള പ്രതിഷേധത്തിലേക്ക് പോകുന്നു. SFIയുടെ സംസ്ഥാന നേതാക്കളൊക്കെ അക്കൂട്ടത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിലുണ്ടായ ഗുരുതരമായ വിശ്വാസ്യത ചോർച്ച അത് രാജ്യമൊട്ടാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണ്. പ്രതിപക്ഷമടക്കം ലോക്സഭയിലടക്കം അത് നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനിടയിൽ SFIയുടെ സമരം മുതലപ്പൊഴിയിൽ വീണ്ടും ബാക്ക് ടു മുതലപ്പൊഴി. ജോർജ് കുര്യനെതിരെയാണ് അവിടെ പ്രതിഷേധം. മുതലപ്പൊഴി ഒരു മരണപ്പൊഴിയാവുന്നു എന്ന ആരോപണം വെറുതെ പറയുന്നതല്ല. നിരന്തരം മത്സ്യത്തൊഴിലാളികൾ അവിടെ മരിച്ചു പോകുന്ന കാഴ്ച നമ്മൾ ഏതാണ്ട് ദിനേന എന്നോണം വാർത്തകൾ കാണുന്നു. മുതലപ്പൊഴിയിൽ തട്ടി വള്ളം അറിയുന്നതും അത്ഭുതകരമായി മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുന്നതും മരിച്ചു പോകുന്നതുമൊക്കെ അവിടെ നിന്നുള്ള മുതലപ്പൊഴി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു മരണപ്പൊഴി, ഒരു ഭീതി ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അവിടെ സമരത്തിലായിരുന്നു മത്സ്യത്തൊഴിലാളികൾ. ജോർജ് കുര്യൻ ചർച്ചയ്ക്കെത്തിയെങ്കിലും കാര്യമായ നടപടിയൊന്നും ഉണ്ടാക്കാതെ സമരം പരിഹരിക്കാൻ ആവശ്യമായ എന്തെങ്കിലും ഉറപ്പ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. അവിടെ പോലീസ് ഇപ്പോൾ അവരെ അറസ്റ്റ് നീക്കുകയാണെന്ന് തോന്നുന്നു. അഖിൽ ഷാൻസാർ ചേരുന്നു. അഖിൽ, ഇന്നിപ്പോൾ മന്ത്രി വന്ന ചർച്ച ഏതാണ്? നേരത്തെ അവർ പറഞ്ഞ സമരം ഏത് പശ്ചാത്തലത്തിലെ സമരമായിരുന്നു അഖിൽ? ഹാഷ്മി, നമുക്കറിയുന്നത് പോലെ തന്നെ മുതലപ്പൊഴി വലിയൊരു ദുരിതം അനുഭവിക്കുന്ന ഒരു തീരമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളും വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇത്തരത്തിൽ അവിടെ നിന്ന് അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് കോൺഗ്രസിന്റെ ഒരു രാപ്പകൽ സമരം ഇവിടെ ആരംഭിച്ചത്. ഒരു അനിശ്ചിതകാല സമരം തന്നെയാണ്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇത്തരത്തിൽ തുടർച്ചയായ അപകടങ്ങൾ ഉണ്ടായിട്ടും ഇത് പരിഹരിക്കാനായിട്ടുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. എന്തായാലും വലിയ ഇപ്പോൾ പോലീസ് ഇടപെടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണാൻ കഴിയുന്ന കാര്യം, ഈ തീരദേശ റോഡാണ് നിലവിൽ ഉപരോധിക്കുന്നത്. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ്. വലിയ തിരക്ക് ഇതിന്റെ ഭാഗമായി ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഈ മുതലപ്പുഴയിൽ നിന്ന് വർക്കല ഭാഗത്തേക്ക് പോകുന്ന പ്രധാനപ്പെട്ട തീരദേശ റോഡാണ് ഇപ്പോൾ ഉപരോധിക്കുന്നത്. പോലീസ് പ്രവർത്തകരെ നിലവിൽ എടുത്തു മാറ്റുന്നുണ്ട്. ഇത്തരത്തിൽ റോഡ് ഉപരോധിക്കുന്നത് തടയാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന്. നേരത്തെ അല്പസമയം മുമ്പാണ് മന്ത്രി ജോർജ് കുര്യൻ ഇവിടെ നിന്ന് പോയത്. അത് വലിയ പണിപ്പെട്ടാണ് ഈ മന്ത്രിയെ തടയുന്നതിൽ നിന്ന് സമരക്കാരെ മാറ്റിയത്. അതിൽ പോലീസിന്റെ വലിയൊരു ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് മന്ത്രിക്ക് മറ്റൊരു വഴിയിലൂടെ ഇവിടെ നിന്ന് പോകാൻ സാധിച്ചത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ പ്രവർത്തകരെയൊക്കെ പോലീസ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ ഈ പലവിധ ചർച്ചകൾ, അതായത് പല കേന്ദ്രമന്ത്രിമാരും പല ആളുകളും ഇവിടെ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇവർ ആരോപിക്കുന്നത്. പക്ഷേ ഇതിലൊരു തീരുമാനമുണ്ടായില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരം ഇതിന്റെ ഭാഗമായി ഉണ്ടായില്ല എന്നുള്ളതാണ്. കുറിച്ച് ഒരു മറുപടി പറഞ്ഞില്ല. മന്ത്രി ആരോഗ്യമാണ് മാത്രമാണ് പറഞ്ഞത്. അങ്ങനെ ഒരു മന്ത്രിയുടെ ചർച്ച ആവശ്യമില്ലായിരുന്നു. ഒരു തീരുമാനം എടുത്തില്ല. വെറും ചർച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറുപടി പറയാൻ പ്രഖ്യാപിക്കാൻ പറഞ്ഞപ്പോ മന്ത്രി പ്രഖ്യാപിച്ചില്ല. അതാണ് നിങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെ ഞങ്ങൾ പറഞ്ഞു, സാറ് പ്രഖ്യാപിക്കും, സാർ പറയും, കാര്യം പറയും, ആലോചന പറയാന്ന് പറഞ്ഞത്. തീരുമാനം എടുക്കാത്തതിലാണ് പ്രതിഷേധം. മത്സ്യത്തൊഴിലാളി പ്രതിഷേധം. ഇത്തരത്തിൽ ഈ റോഡ് ഉപരോധത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു കടുത്ത പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളൊരു നിലപാടാണ് കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളത്. കാര്യം ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത് ഇത്തരത്തിൽ നിരവധി ചർച്ചകൾ നടന്നിട്ടും ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാനോ, അല്ലെങ്കിൽ തൊഴിലാളികൾ പറയുന്നത് 101% ശരിയാണ്. ജൂൺ 20 പുലർച്ചെയാണ് ഏറ്റവും ഒടുവിലത്തെ അപകടം. അന്ന് മരിച്ചത് 5 സ്വദേശി വിക്ടറാണ്. ഈ പുലിമുട്ട് സ്ഥാപിച്ചതിന് ശേഷം മാത്രം 2006 മരണം 77 പേർ ഇതിനോടകം അവിടെ മരിച്ചു എന്നാണ് കണക്ക്. 100 കണക്കിന് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 100 കണക്കിന് പേർക്ക് പരിക്കേൽക്കുന്നുണ്ട്. 100 കണക്കിന് മത്സ്യബന്ധന യാനങ്ങൾക്ക് വലിയ കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോഴും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവിടെ കാര്യക്ഷമമായി വേണ്ട രീതിയിൽ മുതലപ്പുഴയെ മരണപ്പുഴയാക്കുന്നത് മാറ്റാൻ ഇടപെടുന്നില്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ ശരിയാവണ്ണമുള്ള ആരോപണം. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം. മുതലപ്പുഴയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെതിരായ പ്രതിഷേധമാണ് തുടങ്ങിയത്. അവിടെ രാപ്പകൽ സമരമടക്കം നടക്കുകയാണ്. നിരാഹാര സമരം നടക്കുന്നു. ചർച്ചയ്ക്കായി മന്ത്രി എത്തിയതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പുകൾ മന്ത്രി പാലിച്ചില്ല, ഏതെങ്കിലും ഉറപ്പുകൾ മന്ത്രി തന്നില്ല, നോക്കാം എന്ന ഒഴുക്കൻ മട്ടിൽ പറഞ്ഞുപോയി. പ്രഹസന ചർച്ചയ്ക്ക് ശേഷം മന്ത്രി മടങ്ങി എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. മന്ത്രിയെ തടയാനടക്കം നീക്കമുണ്ട്. മന്ത്രി വേറൊരു വഴിക്ക് അവിടെ പോവുകയായിരുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റതിനു ശേഷം മുതലപ്പുഴയിലേക്ക് ഒരു പക്ഷേ മേഖലയിലേക്കുള്ള ആദ്യ വരവായിരിക്കണം. എന്തായാലും അവിടെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധത്തിന് ചൂടറിഞ്ഞു.
അത് അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാര്യം ഈ കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത വണ്ണം അവരുടെ സഹപ്രവർത്തകർ, അവരുടെ കൂടെയുള്ളവർ, അവരുടെ ബന്ധുക്കൾ നിരന്തരം മരിച്ചു പോകുന്ന ഒരു വല്ലാത്ത ഗതികെട്ട സാഹചര്യം മുതലപ്പുഴയിൽ ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. നമ്മൾ വാർത്തകളിലൂടെ അത് കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അടക്കമുണ്ടായത് ഈ ജൂൺ 20 ഏറ്റവും ഒടുവിൽ ഉണ്ടായത്. എന്നിട്ടും ഉറപ്പുകൾ എന്ന് പറയുന്നതല്ലാതെ ഉറപ്പുകൾ പാലിക്കപ്പെടുന്നില്ല എന്ന് ശരിയാവണ്ണം മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അവിടെ നിരന്തരം മത്സ്യത്തൊഴിലാളി ജീവനുകൾ പൊലിയുമ്പോൾ അവരുടെ മത്സ്യബന്ധന യാനങ്ങൾക്കും വള്ളങ്ങൾക്കുമൊക്കെ നിരന്തരം കേടുപാടുകളൊക്കെ പറ്റുമ്പോഴും എല്ലാം ശരിയാക്കാം എന്ന് വെറുതെ ഉറപ്പല്ലാതെ കാര്യമായി ഒന്നും നടക്കുന്നില്ല എന്ന് മത്സ്യത്തൊഴിലാളികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ചൂണ്ടിപ്പറയുന്നത് ചുമ്മാതല്ല, സത്യമാണത് എന്നുള്ളതിന് അവിടുത്തെ ആവർത്തിക്കുന്ന ഏറ്റവും ഒടുവിൽ ജൂൺ 20 അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറിന്റെ മരണമടക്കമാണ് അവർ പറയുന്നത് സത്യമാണെന്നുള്ളതിൻ്റെ സാക്ഷ്യം. അഖിൽ ഷാൻ സാർ ചേരുന്നു. അഖിൽ, മത്സ്യത്തൊഴിലാളികൾ ഇവിടെ ഈ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, അതിൻ്റെ രാഷ്ട്രീയ ഭേദമന്യേ ഈ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ 101% വസ്തുതയാണ് എന്ന കാര്യം ഉറപ്പല്ലേ അഖിൽ ഷാ? ഹഷ്മി, തീർച്ചയായിട്ടും 101% വസ്തു എന്ന് തന്നെ നമുക്ക് പറയണം. കാരണം ഈ അപകടമില്ലാത്ത ഒരു മാസം പോലും മത്സ്യത്തൊഴിലാളികൾക്ക് മുൻപിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത്. അതായത് കഴിഞ്ഞ മാസം അവിടെ ഒരു അപകടമുണ്ടായി, അതിന് മുൻപത്തെ മാസം അപകടമുണ്ടായി, അങ്ങനെ നിരന്തരം ഇത്തരത്തിൽ ഇവിടെ അപകടമുണ്ടാകുന്നു, മത്സ്യത്തൊഴിലാളികൾ മരിക്കുന്നു, ഗുരുതരമായി പരിക്കേൽക്കുന്നു. ഇതുവരെ കിട്ടാത്ത, അതായത് ഇതുവരെ തിരിച്ചു കിട്ടാത്ത, കടലിൽ വീണ് പോയിട്ട് തിരിച്ചു കിട്ടാത്ത മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ഈ മുതലപ്പുഴയ്ക്ക് ചുറ്റും താമസിക്കുന്ന കുടുംബങ്ങൾ ഉൾപ്പെടെ ഇവിടെയുണ്ട്. ഇവർക്കൊക്കെ വലിയ ദുരിതമാണ് ഇവർ അനുഭവിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ അപകടങ്ങൾക്ക് അറുതി വരുത്താൻ നിലവിൽ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൃത്യമായ ഇടപെടൽ ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നത്. ഇന്നത്തെ ചർച്ചയിൽ ഉൾപ്പെടെ മന്ത്രി പറഞ്ഞൊരു കാര്യം, ഇതിന്റെ വിശദമായ അതായത് ഈ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി നേരത്തെ ഒരു ഡിസൈൻഡ് സ്ട്രക്ചർ ഉണ്ടാക്കിയിരുന്നു. ഈ പുലിമുട്ടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു ഡിസൈൻ സ്ട്രക്ചർ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അതിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഇനി ഒരു DPR 2 മാസത്തിനുള്ളിൽ സംസ്ഥാന സർക്കാർ DPR നൽകുമെന്നാണ് ഇന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞത്. ആ DPRന്റെ അടിസ്ഥാനത്തിലാകും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് തീരുമാനങ്ങളിലേക്ക് അല്ലെങ്കിൽ കേന്ദ്ര അംഗീകാരം ഉൾപ്പെടെ കിട്ടുക, അല്ലെങ്കിൽ ഈ ഡിസൈൻ അംഗീകരിച്ച് ഇതിന്റെ ടെൻഡറായി പറയുമ്പോൾ ഈ പറഞ്ഞ ന്യായങ്ങളൊക്കെ നേരത്തെയും കേന്ദ്ര സംസ്ഥാന സർക്കാർ പറയുന്നതാണ്. ഇവിടെ മുതലപ്പുഴ ഹാർബർ നിർമ്മാണത്തിന് ശേഷം മാത്രം കോടികളുടെ നഷ്ടമുണ്ടായെന്ന് ശരിയാവണ്ണം മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നു. അവിടെ ഈ പുലിമുട്ടുണ്ടാക്കാൻ ഇറക്കിയിട്ട പാറ പോലും ഭീഷണിയാകുന്നു. അവിടെ കൂടിക്കിടക്കുന്ന മണൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് മാറ്റണം എന്ന ഏറ്റവും ബേസിക്കായ ആവശ്യം ഉന്നയിക്കുമ്പോൾ പോലും അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കാൻ മുൻകൈ എടുക്കുന്നില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം ഗുരുതരമാണ്. അതുകൊണ്ട് അവരുടെ പ്രതിഷേധം സാധൂകരിക്കത്തക്ക ന്യായമായ പ്രതിഷേധമാണ് താനും. ഹാത്രസ് ദുരന്തത്തിൽ വിവാദ ആൾദൈവം ഭോലെബാബയുടെ 4 അനുയായികൾ കസ്റ്റഡിയിൽ. ആശ്രമത്തിൽ ഇന്നും പോലീസ് പരിശോധന നടത്തി. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് ഭോലെബാബയുടെ അഭിഭാഷകർ അറിയിച്ചു. ദുരന്തത്തിൽ മരിച്ചവരിൽ ഉത്തർപ്രദേശിന് പുറത്തു നിന്നുള്ളവരും ഉണ്ട്. ഹാത്രസിൽ സത്സംഗത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 121 പേർ മരിച്ച കേസിൽ 3 ദിവസം പിന്നിട്ടിട്ടും പോലീസ് ഒരു പ്രതിയെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്നും ഭോലെബാബയുടെ ആശ്രമത്തിൽ പോലീസ് പരിശോധന നടത്തി. ആൾദൈവത്തിന്റെ 4 അനുയായികളെ കസ്റ്റഡിയിലെടുത്തു. ഇവരെ ചോദ്യം ചെയ്യുകയാണ്. അന്വേഷണത്തോട് സഹകരിക്കുമെന്നാണ് ഭോലെബാബയുടെ അഭിഭാഷകൻ പ്രതികരിച്ചത്. പോലീസ് രജിസ്റ്റർ ചെയ്ത FIRൽ ഭോലെബാബയുടെ പേര് പരാമർശിക്കാത്തതിനോട് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ പ്രതികരണം. സർക്കാർ ജുഡീഷ്യൽ അന്വേഷണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 3 അംഗ ജുഡീഷ്യൽ അന്വേഷണ സംഘത്തെ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ബ്രിജേഷ് കുമാർ ശ്രീവാസ്തവ നയിക്കും. വിരമിച്ച IAS ഉദ്യോഗസ്ഥൻ ഹേമന്ത് റാവു, വിരമിച്ച IPS ഉദ്യോഗസ്ഥൻ ഭവേഷ് കുമാർ സിംഗ് എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ. ദുരന്തത്തിൽ മരിച്ചവരിൽ ഇനി 5 പേരുടെ മൃതദേഹം തിരിച്ചറിയാനുണ്ട്. ഹരിയാനയിൽ നിന്നുമുള്ള 4 പേരും മധ്യപ്രദേശിലും രാജസ്ഥാനിൽ നിന്നുമുള്ള ഓരോരുത്തരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. ഭൂരിഭാഗം ആളുകളിലും നെഞ്ചിലേറ്റ ക്ഷതമാണ് മരണകാരണം. ഹത്രസ് അപകടത്തിലെ അന്വേഷണത്തിൽ നേരിയ പുരോഗതി പോലും ഇതുവരെയും ഉണ്ടായിട്ടില്ല. അപകടത്തിൽ തനിക്ക് ഉത്തരവാദിത്വമില്ലെന്നാണ് ഭോലെബാബയുടെ വിശദീകരണം. ഹത്രസിൽ നിന്നും ക്യാമറമാൻ ജോഗേഷ് സിംഗിനോടൊപ്പം R. അച്യുതൻ, 24. നേരത്തെ ഒരു പനിമരണത്തിന്റെ വാർത്ത നമ്മൾ കണ്ടു. അങ്ങനെ പലതരം പനികൾ, പലതരം മഹാവ്യാധികൾ പെരുകുന്ന വല്ലാത്തൊരു കാലം കൂടിയാണ്. ഒരു നാടിനെ ഒന്നാകെ സങ്കടത്തിലാക്കിയിരിക്കുകയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച ഫറൂഖ് കോളേജ് ഇരുമൂളിപ്പറമ്പ് സ്വദേശി മൃദുലിന്റെ മരണം. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയോടെയായിരുന്നു മരണം. ഇതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 3 അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു മൃദുൽ. ഇന്നലെ രാത്രി 11:30 മരണം സ്ഥിരീകരിച്ചത്. ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഫുട്ബോൾ ക്ലബിലുണ്ട്. ഇവിടെ കുട്ടികളായിട്ട് വളരെ സൗഹൃദം പങ്കിടുന്ന വ്യക്തിയാണ്. കൂടാതെ തന്നെ ഒരാഴ്ച മുമ്പ് ഒരു ഫുട്ബോൾ മാച്ചിൽ അവന് പ്രൈസ് നേടിയാണ്. അപ്പോൾ അത്രയും ലൈവായിട്ടുള്ള വ്യക്തിയാണ്. രാമനാട്ടുകര നഗരസഭാ പരിധിയിലെ അച്ചംകുളത്തിലാണ് മൃദുൽ കുളിച്ചത്. ഈ കുളത്തിലാണ് 12 വയസ്സുകാരൻ കുളിച്ചത്.
ഈ മാസം 16, 17, 18 തീയതികളിൽ ഈ കുളത്തിൽ ഈ കുട്ടി കുളിച്ചിട്ടുണ്ട്. 16-ാം തീയതിയാണ് കൂടുതൽ സമയം ഈ കുളത്തിൽ ചെലവിട്ടത്. ഇവിടെ നിന്നാകാം വൈറസ് മൃദുലിന്റെ ശരീരത്തിലെത്തിയതെന്നാണ് നിഗമനം. രോഗലക്ഷണങ്ങൾ കണ്ടപ്പോൾ തന്നെ അച്ചംകുളത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. മിഥില ബാലൻ, 24 കോഴിക്കോട്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി കണക്കുകൾ പ്രസിദ്ധീകരിക്കാത്തത് NHM ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് ജില്ലകളിൽ നിന്ന് പനിക്കണക്ക് ക്രോഡീകരിക്കുന്ന നാഷണൽ ഹെൽത്ത് മിഷൻ ജീവനക്കാർ 1-ാം തീയതി മുതൽ നിസ്സഹകരണ സമരത്തിലാണ്. 2 മാസമായി ശമ്പളം മുടങ്ങിയതിനാലാണ് ജീവനക്കാരുടെ സമരം. സംസ്ഥാനത്തെ പ്രതിദിന പനിബാധിതരുടെ എണ്ണം ശരാശരി 10,000-ന് മുകളിലാണ്. വൈറൽ പനി, എലിപ്പനി, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങിയവ പല ജില്ലകളിലും പടർന്നു പിടിക്കുന്നതിനിടെയാണ് പകർച്ചവ്യാധി കണക്കുകൾ ലഭ്യമല്ലാതായത്. ഏറ്റവും ഒടുവിൽ സർക്കാർ പകർച്ചവ്യാധി കണക്കുകൾ പ്രസിദ്ധീകരിച്ചത് ജൂൺ 30-ന്. ദിവസവും രാത്രിയോടെ അന്നത്തെ കണക്കുകൾ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് പതിവ്. പകർച്ചവ്യാധി കണക്ക് പ്രസിദ്ധീകരിക്കാനാകാത്തത് NHM ജീവനക്കാരുടെ സമരം മൂലമെന്നാണ് വിശദീകരണം. ജില്ലകളിൽ നിന്നുള്ള പനിക്കണക്ക് ക്രോഡീകരിക്കുന്നത് നാഷണൽ ഹെൽത്ത് മിഷൻ ജീവനക്കാരാണ്. 2 മാസമായി ശമ്പളം മുടങ്ങിയതിനാൽ ജൂലൈ 1 മുതൽ NHM ജീവനക്കാർ നിസ്സഹകരണ സമരത്തിലാണ്. സമരത്തിന്റെ ഭാഗമായി റിപ്പോർട്ടിംഗ് നിർത്തിവെക്കുമെന്നും മീറ്റിംഗുകൾ, കോൺഫറൻസുകൾ ബഹിഷ്കരിക്കുമെന്നും പുതിയ നിയമന പ്രക്രിയയോട് സഹകരിക്കില്ലെന്നും NHM ജീവനക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് പനിക്കണക്കുകൾ ക്രോഡീകരിക്കുന്നതിൽ നിന്നുൾപ്പെടെ ജീവനക്കാർ വിട്ടുനിൽക്കുന്നത്. ശമ്പളം ലഭിച്ചില്ലെങ്കിൽ ഈ മാസം 10-ാം തീയതി പണിമുടക്ക് നടത്താനും ജീവനക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര ഫണ്ടിന്റെ അഭാവം മൂലമാണ് NHM ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നത്. നാഷണൽ ഹെൽത്ത് മിഷൻ ജീവനക്കാരുടെ ശമ്പളത്തിന്റെ 60% കേന്ദ്രത്തിന്റെയും 40% സംസ്ഥാന വിഹിതവുമാണ്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ഇനി കണക്കുകൾ പുറത്തേക്ക് വന്നാലും ഇല്ലെങ്കിലും ഒക്കെ നമുക്കറിയാം, പനി പെരുകുന്ന കാലമാണ്, വല്ലാത്ത രീതിയിൽ പനി പെരുകുന്ന കാലമാണ്. അപ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളം അല്ലാതെ ഒന്നും കുടിക്കില്ല എന്ന് ഉറപ്പിക്കേണ്ട സമയമാണ്. ഒരു തരത്തിലും അല്ലാത്ത വെള്ളത്തിൽ കൂടെ ഉള്ള പനിബാധ, കൊതുക്, ഡെങ്കി അങ്ങനെ പലതരത്തിൽ സൂക്ഷിക്കുക, ജാഗ്രതപ്പെടുക എന്നേ പറയാനുള്ളൂ. ഇവിടെ സുരേഷ് ഹിമഗിരി പറയുന്നു, ശ്രീ സജി ചെറിയാൻ പറഞ്ഞതിൽ തെറ്റില്ല. ഞാൻ എഡ്യൂക്കേഷണൽ കൗൺസിലറാണ്. കുട്ടികളുമായി സംവദിക്കുമ്പോൾ ഏറെക്കുറെ അത് ശരിയാണ്. നേരത്തെയും ഷമീസ് സുലൈമാൻ പറയുന്നു മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതിൽ ഇച്ചിരി വാസ്തവം ഇല്ലാതില്ല എന്ന് പറയുന്നു. രമ പറയുന്നു മന്ത്രി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികളെ ഇനിയും കഷ്ടപ്പെടുത്താതെ എല്ലാവർക്കും അഡ്മിഷൻ കൊടുക്കണ്ടേ, അത് വേറെ വിഷയമാണ്. കണ്ണന്താഴ പറയുന്നു സജി ചെറിയാൻ പറഞ്ഞത് 100% ശരിയാണെന്ന് ആർക്കാണ് അറിയാത്തത്. സജി ചെറിയാൻ പറഞ്ഞത് സത്യമാണെന്ന് അനിൽകുമാർ പറയുന്നു. കുട്ടികളുമായി സംവദിക്കുന്നവർക്ക് സത്യം അറിയൂ, ഉച്ചത്തിൽ വായിക്കാൻ കുട്ടികളോട് പറയൂ, സത്യം മനസ്സിലാക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ അതിനോട് ഒരുപാട് പ്രേക്ഷകർ അത് ശരിയാണ് എന്ന് പറയുന്നുണ്ട്. ഒരു പരിധിവരെ ശരിയുമാണല്ലേ. മലപ്പുറം തിരൂരങ്ങാടിയിലെ വ്യാജ RC നിർമ്മാണത്തെ 5 വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ജോയിന്റ് RTO ഓഫീസിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. താനൂർ ഡിവൈഎസ്പി VV ബെന്നിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. വ്യാജ RC നിർമ്മിച്ചെന്ന ജോയിന്റ് RTOയുടെ പരാതിയിൽ പറഞ്ഞ 7 വാഹനങ്ങളിൽ 5 എണ്ണവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉടമസ്ഥാവകാശ മാറ്റത്തിന് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സൈറ്റ് മുഖേന ഓൺലൈനിലാണ് അപേക്ഷ നൽകിയത്. സൈറ്റിൽ കൃത്രിമം കാണിച്ചെന്ന തരത്തിലാണ് RTO ഓഫീസിൽ നിന്നും പോലീസിന് നൽകിയ വിവരം. ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് തട്ടിപ്പ് നടത്തിയതെന്ന് യൂത്ത് ലീഗ് ആരോപിച്ചു. മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെ മൊഴി മാത്രം കണക്കിലെടുക്കില്ലെന്നും വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് പറഞ്ഞു. യഥാർത്ഥ ഉടമയെ അറിയിക്കാതെ RC മാറ്റി തട്ടിപ്പ് നടത്തിയത് സംബന്ധിച്ച് കഴിഞ്ഞ മാസം 24-നാണ് ജോയിന്റ് RTO പോലീസിൽ പരാതി നൽകിയത്. 24 തിരൂർ. മാള സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് നിക്ഷേപ തുക മടക്കി നൽകുന്നില്ലെന്ന് പരാതി. വലിയപറമ്പ് സ്വദേശി പുന്നക്കപ്പറമ്പിൽ അജിത് കുമാറിനാണ് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. പണം ചോദിച്ചപ്പോൾ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ വീട്ടിലെത്തി പരിശോധന നടത്തിയ ശേഷം ആവശ്യമുണ്ടെങ്കിൽ പണം നൽകാം എന്ന വിചിത്ര മറുപടി നൽകിയതെന്ന് പരാതിക്കാരൻ പറയുന്നു. ഏറെക്കാലമായി കോൺഗ്രസ് ഭരിക്കുന്ന മാള സർവീസ് സഹകരണ ബാങ്കിൽ കോടികളുടെ ക്രമക്കേട് നടന്നുവെന്ന സഹകരണ വകുപ്പ് റിപ്പോർട്ടിന് പിന്നാലെയാണ് നിക്ഷേപത്തുകയും മടക്കി നൽകുന്നില്ല പരാതിയും ഉയരുന്നത്. വലിയപറമ്പ് സ്വദേശി പുന്നക്കപ്പറമ്പിൽ അജിത് കുമാർ 4,80,000 രൂപയാണ് നിക്ഷേപം നടത്തിയിരുന്നത്. ഈ തുക മടക്കി നൽകണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഓരോ ദിവസവും ഓരോ ലക്ഷം രൂപ വീതം നൽകാമെന്നാണ് ബാങ്ക് മറുപടി നൽകിയത്. 3 ലക്ഷം രൂപ അങ്ങനെ മടക്കി നൽകി ബാക്കി തുക ചോദിച്ചപ്പോൾ വിചിത്ര മറുപടിയും. 3 ദിവസം 1 ലക്ഷം രൂപ വെച്ച് തന്നിരുന്നു. 4ാമത്തെ ദിവസം ചെല്ലുമ്പോൾ അവർ പറഞ്ഞ് ഒരു അപേക്ഷ വെക്കണം, നിങ്ങളുടെ വീട്ടിൽ വന്ന് കമ്മിറ്റിക്കാർ വന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യം ജനുവനാണെങ്കിൽ മാത്രമേ പൈസ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് മടക്കി അയച്ചു. ഞാൻ ഇതുവരെ അപേക്ഷയൊന്നും വെച്ചിട്ടില്ല, പിന്നെ എന്താ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാങ്കിൽ നിന്ന് നിക്ഷേപങ്ങൾ പിൻവലിക്കാനെത്തുന്ന നിരവധി പേരാണ് പണം ലഭിക്കാത്തതിനെ തുടർന്ന് പരാതിയുമായി രംഗത്തെത്തുന്നത്. 24 തൃശൂർ.
വയനാട് പൊഴുതനയിൽ മധ്യവയസ്കനെ കാട്ടാൻ ആക്രമിച്ചു. വൈത്തിരി സുഗന്ധഗിരി സ്വദേശി വിജയനാണ് പരിക്ക്. തിരുവനന്തപുരം ബോണക്കാട് കരടിയുടെ ആക്രമണത്തിൽ മധ്യവയസ്കന് ഗുരുതരമായ പരിക്കുണ്ട്. കാന്തല്ലൂരിൽ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ തുരത്താനുള്ള നടപടികൾ വനം വകുപ്പ് തുടങ്ങി. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് വയനാട് പൊഴുതനയിൽ മധ്യവയസ്കനെ കാട്ടാൻ ആക്രമിച്ചത്. നട്ടെല്ലിന് പരിക്കേറ്റ വിജയനെ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ബോണക്കാട് BA ഡിവിഷനിൽ താമസിക്കുന്ന ലാലായ്ക്കാണ് കരടിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ വീടിന് മുന്നിൽ വെച്ചാണ് സംഭവം. കൈക്കും കാലിനും പരിക്കേറ്റ ലാല വിതുര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറയൂരിൽ കഴിഞ്ഞ 2 ആഴ്ചയായി കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുകയാണ്. വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെയാണ് ആനകളെ തുരത്താൻ വനംവകുപ്പ് നടപടി തുടങ്ങിയത്. 80 പേരടങ്ങുന്ന ദൗത്യസംഘമാണ് ആനകളെ തുരത്തുന്നത്. 24 ഇടുക്കി. വയനാട് കേണിച്ചിറയിൽ നിന്ന് പിടികൂടിയ കടുവ വനംവകുപ്പിന് തലവേദനയാവുകയാണ്. ചെതലയം റേഞ്ചിന് കീഴിലുള്ള ഇരുളം ഫോറസ്റ്റ് സ്റ്റേഷൻ വളപ്പിലെ കൂട്ടിലാണ് കടുവ ഇപ്പോഴുള്ളത്. കടുവയെ നെയ്യാറിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞെങ്കിലും ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. കേണിച്ചിറയിലെ കടുവ കൂട്ടിലായത് കഴിഞ്ഞ 23-ന്. അവശനിലയിലായിരുന്ന കടുവയ്ക്ക് ചികിത്സ നൽകി. ഇനി വനത്തിൽ വിടുക സാധ്യമല്ലാത്തതിനാൽ നെയ്യാറിലേക്ക് കൊണ്ടുപോകാനാണ് നീക്കം. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവിറങ്ങാത്തതാണ് പ്രതിസന്ധി. ഇരുളം ഫോറസ്റ്റ് ഓഫീസിലുള്ള ചെറിയ കൂട്ടിലാണ് ഇപ്പോഴും കടുവ. പച്ചാടിയിലെ സംരക്ഷണ കേന്ദ്രത്തിൽ പരമാവധി പാർപ്പിക്കാവുന്ന കടുവകളെക്കാൾ അധികം തന്നെ ഇപ്പോഴുണ്ട്. 4 കടുവകളെ പാർപ്പിക്കാൻ സൗകര്യം ഉള്ളിടത്ത് ഇപ്പോൾ എണ്ണം 7 ആണ്. ഇതാണ് ഇരുളത്ത് തന്നെ കടുവയെ സംരക്ഷിക്കാൻ കാരണം. കടുവയുള്ളതിനാൽ സദാസമയവും വനം വകുപ്പ് ജീവനക്കാരുടെ ശ്രദ്ധ ഇവിടെ വേണം. വനം വകുപ്പ് ഓഫീസിലേക്ക് വിവിധ ആവശ്യങ്ങൾക്ക് പൊതുജനങ്ങൾ എത്തുന്നതും കടുവയെ കാണാനായി ആളുകൾ എത്തുന്നതുമെല്ലാം പ്രതിസന്ധിയാണ്. കടുവയുടെ ആരോഗ്യനില എന്നും പരിശോധിക്കുന്നുണ്ട്. എല്ലാ റിപ്പോർട്ടുകളും കണ്ണൂർ CCF വഴി ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ കൈമാറിയതാണ്. നിയമസഭാ സമ്മേളനം നടക്കുന്നതാണ് ഉത്തരവിറങ്ങാൻ വൈകാൻ കാരണമെന്നാണ് സൂചന. 24 വയനാട്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ബീഹാറിൽ വീണ്ടും ഒരു പാലം തകർന്നിട്ടുണ്ട്. 2 ആഴ്ചക്കിടെ തകർന്ന 10ാമത്തെ പാലമാണ്. സരൺ ജില്ലയിൽ ഗണ്ഡകി നദിക്ക് കുറുകെയുള്ള ചെറിയ പാലമാണ് തകർന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സരൺ ജില്ലയിൽ മാത്രം തകർന്ന 2ാമത്തെ പാലമാണ്. കോട്ടയത്ത് ആകാശപാതയെ ചൊല്ലി രാഷ്ട്രീയ പോര്. പദ്ധതി നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് UDF ഈ മാസം 6-ന് ഉപവാസമരം നടത്തും. അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ LDF-ഉം തീരുമാനിച്ചു. ആകാശപാത വിഷയം നിയമസഭയിൽ വീണ്ടും ചർച്ചയായതോടെയാണ് ഭരണപ്രതിപക്ഷങ്ങൾ വിഷയം ഉയർത്തിക്കാട്ടി രംഗത്തെത്തിയത്. പദ്ധതി നടപ്പാക്കാത്തതിന് പിന്നിൽ സർക്കാരാണെന്ന് ജനങ്ങളെ അറിയിക്കാനാണ് UDF ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ഈ മാസം 6-ാം തീയതി ആകാശപാതയ്ക്ക് താഴെ ഉപവാസമിരിക്കാനാണ് തീരുമാനം. MP-മാരും MLA-മാരും സമരത്തിൽ പങ്കെടുക്കും. പുതിയ പദ്ധതികളുമില്ല, പഴയ രൂപത്തിലുള്ള കമ്പനികളുമില്ല. പ്രഭാവം നഷ്ടപ്പെട്ട ഒരു കോട്ടയമായി നമ്മളുടെ കോട്ടയം പോകുന്നത് ഒരു പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. അതിനെതിരായിട്ടുള്ള ശബ്ദമാണ് ഉയരേണ്ടത്. ആ ശബ്ദം ജനാധിപത്യ ശക്തികളുടെ മൊത്തമുള്ള ശബ്ദമാണ്. 6-ാം തീയതി ഞങ്ങൾ അവിടെ ഉപവാസമിരിക്കും. രാവിലെ തുടങ്ങി വൈകുന്നവരെ ഞങ്ങൾ മുന്നോട്ട് പോകും. എന്നാൽ UDF നീക്കത്തെ അതേ നാണയത്തിൽ തന്നെ ചെറുക്കാൻ തയ്യാറെടുക്കുകയാണ് LDF. ആദ്യഘട്ടമായി CPIM പ്രതിഷേധ മാർച്ച് നടത്തും. UDF ഉപവാസം നടത്തുന്ന അതേ ദിവസം തന്നെയാണ് CPM-ന്റെയും പ്രതിഷേധം. അശാസ്ത്രീയ നിർമ്മാണമാണ് പദ്ധതിക്ക് തിരിച്ചടിയായതെന്നാണ് CPM പറയുന്നത്. യഥാർത്ഥത്തിൽ ആകാശപാത ഒരു അനവസരത്തിൽ ഒരു ആലോചനയുമില്ലാതെ ഒരു ശാസ്ത്രീയമായ പഠനവുമില്ലാതെ അപ്രായോഗികമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതേസമയം മറ്റ് രാഷ്ട്രീയ പാർട്ടികളും വിഷയം സജീവ ചർച്ചയാക്കാൻ തയ്യാറെടുക്കുകയാണ്. 24 കോട്ടയം. തിരുവനന്തപുരത്തെ SFIയുടെ രാജ്ഭവൻ മാർച്ചിൽ വീണ്ടും സംഘർഷമുണ്ടായിരിക്കുന്നു. പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പലയാവർത്തി ജലപീരങ്കി പ്രയോഗം ഉണ്ടായി. അവിടെ പ്രധാനമന്ത്രിക്കെതിരെ ഒക്കെ പ്രതിഷേധ മുദ്രാവാക്യങ്ങളുണ്ടായി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ചാണ് SFIയുടെ പ്രതിഷേധം. SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് വണ്ടിയിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. പലയാവർത്തി ജലപീരങ്കി പ്രയോഗം ഉണ്ടായിട്ട് ശേഷമാണ് അറസ്റ്റ്. SFIയുടെ പ്രതിഷേധം കാണുകയായിരുന്നു പ്രേക്ഷകർ. ഇപ്പോൾ മുതലപ്പുഴയിൽ അവിടെ നിരാഹാരം കിടന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. കൃഷ്ണകുമാർ, BS അനൂപ് എന്നിവരെ ഇപ്പോൾ നീക്കുകയാണ്. അവർ സമരപ്പന്തൽ നിരാഹാരം ഇരിക്കുകയായിരുന്നു. അവരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. മുതലപ്പുഴയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെതിരെയായിരുന്നു പ്രതിഷേധ തുടക്കം. അതിനുശേഷം നിരാഹാരം ഇരിക്കുകയായിരുന്ന സമരപ്പന്തൽ നിരാഹാരം ഇരിക്കുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. കൃഷ്ണകുമാർ, BS അനൂപ്
നീതിയില്ലാതെ പോലീസ് ബലമായാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പോലീസ് കൊണ്ടുപോയാലും അവിടെ നിരാഹാരം തുടരും. ഈ മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നത് വരെ ഇതിനെ ഉചിതമായ നടപടി സ്വീകരിക്കുന്നവരെ ഈ പോലീസിന്റെ ജയിലിലടച്ചാലും ഈ പോലീസ് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും നിരാഹാരം മരണം വരെ തുടരും. 3 ദിവസം നിരാഹാര സമരത്തിലൊടുവിലാണ് അറസ്റ്റ്. നിരാഹാരം തുടരുമെന്ന് പറയുന്നു മുതലപ്പുഴയിലെ സമരപ്രവർത്തകർ. ഇതിപ്പോൾ SFIയുടെ മാർച്ചിലേക്ക് വീണ്ടും. അവിടെ രാജ്ഭവൻ മാർച്ചായിരുന്നു. നീറ്റ് പ്രവേശന പരീക്ഷാ ക്രമക്കേടിൽ ഉണ്ടായ വിശ്വാസ നഷ്ടത്തിൽ ചോദ്യപേപ്പർ ചോർച്ചയിലൊക്കെയാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം, SFIയുടെ പ്രതിഷേധം. SFI പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. വലിയ സംഖ്യ SFI പ്രവർത്തകരുണ്ടായിരുന്നു. പോലീസുമായി സംഘർഷത്തിലേക്കൊക്കെ എത്തി. പലയാവർത്തി ജലപീരങ്കി പ്രയോഗമുണ്ടായി. അതിനുശേഷമാണ് പോലീസ് വാഹനത്തിലേക്ക് വിദ്യാർത്ഥികളെ കയറ്റുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരേക്ക് മുദ്രാവാക്യം മുഴക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ. രാജ്ഭവനിലേക്കായിരുന്നു നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ. രാജ്ഭവനിലേക്കായിരുന്നു SFIയുടെ പ്രതിഷേധം. ഒരു വണ്ടി പോലീസ് വണ്ടി SFI പ്രവർത്തകരുമായി അറസ്റ്റ് ചെയ്ത് നീക്കി. ഇനി ബാക്കി SFI പ്രവർത്തകരുണ്ടോ എന്നറിയില്ല. ഹരികൃഷ്ണൻ ചേരുന്നു. ഹരി, സമരം ഏതാണ്ട് ഒതുങ്ങി എന്ന് പറയാറായോ? ഹാഷ്മി, ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ഈ രാജ്ഭവനിലേക്ക് ഈ SFI പ്രവർത്തകർ ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തിയത്. ഈ പ്രതിഷേധം ഇവിടെ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. പോലീസ് പിരിഞ്ഞു പോകാൻ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു. പക്ഷേ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഇത്തരത്തിൽ പ്രധാനമന്ത്രിക്കെതിരെയും പോലീസിനെതിരെയും മുദ്രാവാക്യം വിളിച്ചു. അത്തരത്തിൽ പോലീസിനെതിരെയും അവർ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബാരിക്കേഡ് മറികടന്ന ഇപ്പുറത്തേക്ക് വന്ന് പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ആ സമയത്താണ് ഇത്തരത്തിൽ പ്രതിഷേധം ഒരു അതിരുവിടുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് ഉണ്ടായത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ രീതിയിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. 4 തവണയോളം ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷം റോഡിൽ കുത്തിയിരുന്ന ഈ പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഈ പിരിഞ്ഞു പോകാൻ വീണ്ടും പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും ഇവർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. പിന്നീട് ഈ പോലീസ് ഈ പ്രവർത്തകരെ പ്രവേശന പരീക്ഷാ ക്രമക്കേടിലായിരുന്നു പ്രതിഷേധം. അത് രാജ്യമെമ്പാടും പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധത്തിലാണ്. ആ വിഷയത്തിൽ അത് പ്രതിഷേധിക്കേണ്ട വിഷയമാണ്. ജോലി തിരക്കിനിടെ ജീവനക്കാർക്ക് ആനന്ദമേകാൻ മ്യൂസിക് ബാൻഡുമായി കൊച്ചി ഇൻഫോ പാർക്കിലെ ക്ലേസിസ് ടെക്നോളജീസ് കമ്പനി ഗായകർക്കും വാദ്യോപകരണ വിദഗ്ധർക്കും പ്രത്യേക നിയമനം നൽകിയാണ് മ്യൂസിക് ബാൻഡ് രൂപീകരിച്ചത്. നഗരസഭ ഓഫീസിനുള്ളിൽ റീൽസ് ചിത്രീകരിച്ചതിന് ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ കേരളത്തിൽ തന്നെയാണ് ജീവനക്കാരുടെ മാനസികോല്ലാസത്തിനു വേണ്ടി സ്വന്തമായി മ്യൂസിക് ബാൻഡ് ആരംഭിച്ച രാജ്യാന്തര കമ്പനിയുള്ളത്. കൊച്ചി ഇൻഫോ പാർക്കിലെ ക്ലേസിസ്. രാജ്യത്ത് ആദ്യമായാണ് ഒരു IT കമ്പനി ജീവനക്കാർക്ക് മ്യൂസിക് ബാൻഡ് രൂപീകരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ മുതൽ ഓഫീസ് പരിസരം സംഗീത സാന്ദ്രമാണ്. I think, the music band has been a big hit with our employees and all our staff events and corporate events. They actually even play for employee weddings and personal functions as well. ഗായകർക്കും വാദ്യോപകരണ വിദഗ്ധർക്കും കമ്പനിയിൽ പ്രത്യേക നിയമനം നൽകി. ക്ലേസിസിന്റെ എംപ്ലോയീസ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണ് സംഗീത പരിപാടി നടക്കുന്നത്. ആക്ച്വലി ഈ ഒരു ബാൻഡ് ഇസ് റിയലി ഗുഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു വർക്ക് എൻവയോൺമെൻറ്റ് ഭയങ്കര സ്ട്രെസ്ഡ് ആവാണ്, അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി റിലീഫ് വേണം എന്നുണ്ടെങ്കിൽ വിൽ ജസ്റ്റ് കം ഹിയർ ആൻഡ് ദി ബാൻഡ് പ്ലേസ് ലൈക്ക് ഭയങ്കര അടിപൊളിയായിട്ട്. നമുക്കിവിടെ സ്വന്തമായിട്ട് മ്യൂസീഷ്യൻസ് ഉണ്ട് ആൻഡ് നമുക്ക് പാട്ട് പാടണം എന്ന് തോന്നുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പാടാം. വി ഹാവ് ദാറ്റ് ഫെസിലിറ്റി ആൻഡ് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യണമെങ്കിൽ ഓൾസോ വി ഹാവ് ദാറ്റ് ആൻഡ് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഇതേപോലെ ക്ലേസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്വന്തം പരിപാടികൾക്ക് പുറമെ പുറം വേദികളിലേക്ക് കൂടി വ്യാപിക്കാനും ക്ലേസിസിന്റെ മ്യൂസിക് ബാൻഡ് പരുവപ്പെട്ട് കഴിഞ്ഞു. നടൻ ടിനി ടോം, ഗായകൻ റോണി ഫിലിപ്പ് എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്ലേസിസ് ബാൻഡ് പുറത്തുള്ള പരിപാടികൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്.
കൊച്ചിയിൽ നിന്ന് നിഖിലിനൊപ്പം അശ്വിൻ പാലാഴി, 24. റോഷ് പറയുന്നു വിശ്രമവേളകൾ കുറച്ചൊക്കെ ആനന്ദകരമാക്കാന്ന് തർക്കമില്ല. ഇപ്പോൾ സർക്കാർ ഓഫീസിലാണെങ്കിലും അവരെ ഏതെങ്കിലും തരത്തിൽ കൈക്കൂലി വാങ്ങുമോ, ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുകയോ, ആൾക്കാരെ വെയിറ്റ് ചെയ്ത് നിർത്തുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അവരവരുടെ അധികം വന്ന ഞായറാഴ്ച വന്ന് പണിയെടുക്കാൻ വന്നപ്പോഴത്തേക്ക് കിട്ടിയ ഒരു ഇടവേളയിൽ എടുത്ത ഒരു ചെറിയ റീലാണല്ലോ. ഇങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു. മന്ത്രി എന്തായാലും ഇടപെട്ടു, നടപടി ഉണ്ടാവുന്നില്ലെന്ന് പറഞ്ഞു. പലരും അവർക്ക് അഭിനന്ദന പ്രവാഹമാണ്. നല്ല കാര്യം. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ബീഹാറിൽ വീണ്ടും പാലം തകർന്നു. സരൺ ജില്ലയിൽ ഗണ്ഡകി നദിക്ക് കുറുകെയുള്ള ചെറിയ പാലമാണ് തകർന്നത്. സംസ്ഥാനത്ത് 2 ആഴ്ചക്കിടെ 10ാമത്തെ പാലമാണ് തകരുന്നത്. ബൽറാം നെടുങ്ങാടിയിരുന്നു. ബൽറാം, ഈ പാലം പൊളിയൽ പരമ്പരയിൽ സർക്കാർ അന്വേഷണത്തിന് രാവിലെ എന്ത് പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ, അപ്പോഴേക്കടുത്ത പാലം തകർന്നു. ഹഷ്മി, ബീഹാറിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി കേൾക്കുന്ന വാർത്തയാണ് പാലം തകർന്നു കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 16 ദിവസങ്ങൾക്കിടെ 10ാമത്തെ പാലമാണ് ബീഹാറിൽ തകർന്നിരിക്കുന്നത്. സരൺ ജില്ലയിൽ ഗണ്ഡകി നദിക്ക് കുറുകെയുള്ള ചെറിയ പാലമാണ് ഏറ്റവും ഒടുവിൽ തകർന്നിരിക്കുന്നത്. സിവൻ, സരൺ എന്നീ 2 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. ചെറിയ പാലമാണ് എങ്കിൽ പോലും ഇത് വലിയ തോതിൽ തന്നെ പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നു. നിരവധി ഗ്രാമങ്ങൾ ഈ പാലത്തിന്റെ ഇരു കരകളിലുമായുണ്ട്. അവയെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പാത കൂടിയാണ് ഈ പാലം എന്നുള്ളത്. 15 വർഷം മാത്രം മുൻപ് നിർമ്മിച്ച പാലമാണ് തകർന്നു വീണിരിക്കുന്നത്. സ്ലാബുകൾ അടർന്ന് ഈ പുഴയിലേക്ക് വീണ നിലയിലാണ് പാലം നിലവിലുള്ളത്. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഈ സംഭവ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പ്രത്യേകം അന്വേഷണം നടത്തുമെന്ന് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ തുടർച്ചയായി സംസ്ഥാനത്ത് ഇത്തരത്തിൽ പാലങ്ങൾ തകർന്നു വീഴുന്നതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയും ഈ വിഷയം അന്വേഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾ ഉറപ്പാക്കാൻ റോഡ് നിർമ്മാണ വകുപ്പിനും റൂറൽ വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു. കൂടാതെ സംസ്ഥാനത്ത് നിലവിലുള്ള പാലങ്ങളുടെ ബലം പരിശോധിക്കാനുള്ള നിർദ്ദേശവും ഉന്നത ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 16 ദിവസങ്ങൾക്കിടെയായി സിവൻ, സരൺ, മധുബനി, അരാരിയ, ഈസ്റ്റ് ചമ്പാരൻ, കിഷൻഗഞ്ച് എന്നീ 6 ജില്ലകളിലായാണ് 10 പാലങ്ങൾ തകർന്നു വീണത്. ഹഷ്മി, ചെറിയ കണക്കല്ല. എന്തുകൊണ്ടാണ് ആ പാലം തകർച്ച, അഴിമതി അതിലുണ്ടോ എന്നൊക്കെയുള്ള അന്വേഷണം നടക്കുമെങ്കിൽ നടക്കട്ടെ. മെത്തകളിൽ പ്രമുഖ ബ്രാൻഡായ സുനിദ്ര മാട്രസ് രജത ജൂബിലി നിറവിൽ. ആഘോഷങ്ങളുടെ ഭാഗമായി സുനിദ്ര പുറത്തിറക്കുന്ന ഏറ്റവും പുതിയ പ്രീമിയം മോഡലായ സിൽക്കിയുടെ ലോഞ്ച് കൊച്ചിയിൽ നടന്നു. ഓണത്തോടനുബന്ധിച്ച് നാടങ്ങും നിദ്ര എന്ന കൺസ്യൂമർ ഓഫറും അവതരിപ്പിച്ചു. ആഡംബര മെറീനോ വൂൾ ഫാബ്രിക്കിൽ പൊതിഞ്ഞ 7 സോണുകളുള്ള പ്രകൃതിദത്ത ലാറ്റക്സ് പോക്കറ്റഡ് സ്പ്രിംഗ് മെത്ത എന്നതാണ് സിൽക്കിയുടെ പ്രത്യേകത. നാടങ്ങും നിദ്രാഘോഷം ഓഫറിലൂടെ മികച്ച കിഴിവുകളും സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ നടന്ന പരിപാടിയിൽ ഗ്രൂപ്പ് ചെയർമാൻ നവാസ് മീരാൻ, മാനേജിംഗ് ഡയറക്ടർ ഷെറി നവാസ്, CEO അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. This product is going to offer excellent comfort, body support, and this product will also give you a experience where most of the mattresses, the common problem is tossing and turning during night. So with this product, that problem of tossing and turning will be put to an end permanently, because this product has got a seamless collapse kind of a thing, so that this particular product will offer enough body comfort, touch, feel, and very good body support, so that your spine will be very safe. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ ഉച്ചവാർത്ത യാത്ര തൽക്കാലം പൂർണ്ണമാകുന്നു. ഇനിയിപ്പോൾ പ്രേക്ഷകരിലേക്ക്, പൊതുജനത്തിലേക്ക് നേരിട്ടിറങ്ങുന്ന വാർത്താ പരിപാടി റൈഡിംഗ് റിപ്പോർട്ടർ റൈഡേഴ്സുമായി ചേരുന്നു ഗോകുൽ രവി. ഗുഡ് ബൈ.